ഒരിക്കൽ ഒരു മനുഷ്യൻ, താൻ കർഷകനാണ്, ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞു: ദൈവമേ, വേനൽ അധികമായിരിക്കുന്ന കാരണത്താൽ എൻ്റെ നിലമൊക്കെയും വിണ്ടുകീറിയിരിക്കുന്ന സാഹചര്യമാണ്. എൻ്റെ കൃഷിപ്പാടങ്ങളൊക്കെയും നശിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് ദൈവത്തോട് തൻ്റെ സങ്കടം ബോധിപ്പിച്ചു കരഞ്ഞപ്പോൾ ദൈവം തന്നോട് പറഞ്ഞു: നീ പോയി നിന്റെ നിലത്തിൽ വലിയ വലിയ ചാലുകൾ ഉണ്ടാക്കാൻ പറഞ്ഞു. അവൻ ദൈവം പറഞ്ഞത് പ്രകാരം പോയി അവിടെ വലിയ വലിയ ചാലുകൾ വെട്ടിക്കൊണ്ടിരുന്നു. അവിടെ കൂടി വന്ന പല വ്യക്തികളും അവനെ പരിഹസിക്കാനും കുറ്റം പറയുവാൻ തുടങ്ങി. നീ എന്താ കാണിക്കുന്നത്? ഇത് വേനൽക്കാലമല്ലേ, ചൂട് അധികമല്ലേ, നീ ഇപ്പോൾ ചാല് കയറിയിട്ട് എന്താ പ്രയോജനം എന്ന് പറഞ്ഞ് പരിഹസിച്ചിട്ടും അവിടെ വാക്കുകൾക്ക് അവൻ ചെവി കൊടുക്കുവാനോ അതിൽ നിന്ന് പിന്മാറുവാനോ ആ മനുഷ്യൻ തയ്യാറായില്ല. അന്ന് ഇരുട്ടി, പിറ്റേ ദിവസം നേരം വെളുത്തു. പ്രഭാതത്തിൽ ആ മനുഷ്യൻ തന്റെ നിലത്തിലേക്ക് പോയപ്പോൾ തനിക്ക് കാണുവാൻ കഴിഞ്ഞ ഒരു കാഴ്ച, താൻ ചാലുകൾ വെട്ടിയ ആ ഭാഗത്ത് ചില തെളിനീരുകൾ വന്ന് അവിടെ ഒക്കെയും നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച കാണുവാൻ കഴിഞ്ഞു. പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 3:16 ഇങ്ങനെ കാണപ്പെടുന്നു: ഈ താഴ്വരകളിൽ അനേകം കുഴികൾ നിങ്ങൾ വെട്ടുവിൻ. ഇസ്രായേൽ ജനത്തിനോടാണ് ദൈവം ഈ കാര്യം പറഞ്ഞത്. ഇസ്രായേൽ ജനം ദാഹിച്ചും വരണ്ടും അവരുടെ മൃഗങ്ങൾക്കും ഒന്നിനും വെള്ളം കൊടുക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞു: നിങ്ങൾ കുഴികൾ വെട്ടുവിൻ. അതവർ ചെയ്തപ്പോൾ, അവർക്ക് പ്രഭാതമായപ്പോൾ അവിടെ മുഴുവനും ജലം കൊണ്ട് ദൈവം നിറച്ചു. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലായിരിക്കാം, പ്രതികൂലങ്ങൾ നിറഞ്ഞ സാഹചര്യമായിരിക്കാം. ആ സാഹചര്യത്തിൽ നമ്മുടെ അധ്വാനം കുറയ്ക്കുന്നത്, ദൈവം നിന്നോട് എന്ത് ചെയ്യാൻ പറഞ്ഞോ നീ ചെയ്തു കൊണ്ടിരിക്കുക, ദൈവത്തിന്റെ വാക്കനുസരിച്ചുകൊണ്ടിരിക്കുക. നിന്റെ അധ്വാനങ്ങൾക്ക് കുറവുണ്ടാകരുത്, അത് മുന്നോട്ട് പോകുക. നാളത്തെ പ്രഭാതം നിനക്ക് ഒരു നീരുറവ തരുന്ന ഒരു ദൈവമാണ്. സാറയെ വേദപുസ്തകത്തിൽ പഠിക്കുമ്പോൾ തനിക്കൊരു കുഞ്ഞ് ജനിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കാരണം വയസ്സേറെയായി, തന്റെ അവസ്ഥ നിർജീവമായി പോയി. എങ്കിലും ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് മുമ്പിൽ അവൾ മുറുകെ പിടിച്ചപ്പോൾ അവൾക്ക് ഒരു തലമുറയെ ദൈവം കൊടുത്തേക്ക്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലെ, സാഹചര്യങ്ങളെല്ലാം നിനക്ക് അനുകൂലമല്ലായിരിക്കാം, സകലതും പ്രതികൂലമായിരിക്കാം. എങ്കിൽ നീ തളർന്നു പോകരുത്, ഭാരപ്പെട്ടു പോകരുത്. നിന്റെ അധ്വാനം നീ കുറയ്ക്കരുത്. നീ ദൈവത്തിന്റെ ആജ്ഞപ്രകാരം, കൽപ്പന പ്രകാരം നീ മുന്നോട്ട് പോകുമെങ്കിൽ, നീ ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ നിനക്ക് വേണ്ടി പ്രഭാതത്തിൽ ഒരു നീറുറവ തരുവാൻ എന്റെ ദൈവം സഹായിക്കും. ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥന കൊണ്ട് ഒരു നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആമേൻ. സ്തോത്രം.